ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് വിന്നറായ ശേഷം പ്രസ് മീറ്റിംഗ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ പ്രസ് മീറ്റിങ്ങിന് വരുന്നവർ 4 ക്വസ്റ്റ്യൻസും ചോദിക്കണം. അപ്പോൾ ഒരാൾ വന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ പ്രസ്സുകാരാണ്. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആദ്യമായിട്ട് വന്നത് അനീഷേട്ടനാണ്. അപ്പോൾ അനീഷേട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ അനിമോൾ എഴുന്നേറ്റ് ചോദിച്ചു, ഞങ്ങൾ പച്ചക്കുയിൽ മീഡിയയിൽ നിന്നാണ്, ഈ ബിഗ് ബോസ് ഹൗസിൽ താങ്കൾക്ക് ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഉടനെ അനീഷിന് ചിരി വന്നു. അപ്പോൾ അനീഷിനും പറഞ്ഞു, ക്രഷ് എന്ന് പറയുന്നത് പ്രണയമാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ എനിക്ക് ആരോടും പ്രണയം തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് തോന്നിയത് എനിക്ക് ജിസേലിനോട് തോന്നിയിട്ടുണ്ട്. കാരണം ജിസേൽ കണ്ണാൻ തുമ്പി പോരാമോ എന്ന് പാടിയിട്ട് വരുമ്പോൾ എനിക്കത് മനസ്സിലൊരു കുളിർമ തോന്നാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ആർദ്രത തോന്നിയത് എന്താ പറയുക, അനുമോളോടാണ്. കാരണമെന്ന് പറഞ്ഞാൽ അനുമോൾ എന്നെ മണിക്കൂറുകളാണ് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അനുമോളാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാറുള്ളത്. അല്ലാത്തപ്പോഴും മേക്കപ്പിൻ്റെ ആവശ്യം വരുമ്പോൾ അനുമോളാണ് എനിക്ക് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ ഒരുപാട് നേരം ഇരുന്നാണ് അനുമോൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് എനിക്ക് അനുമോളോട് എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഒരു ആർദ്രത, ആ ഒരു വാക്കാണ് പ്രയോഗിച്ചത്, ഒരു ആർദ്രത തോന്നിയിട്ടുണ്ട്. അത് ക്രഷൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പ്രണയമല്ല, അതൊരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അനുമോൾ ചോദിച്ചു, ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്കളിങ്ങനെ മേക്കപ്പ് താങ്കൾക്ക് ചെയ്തു തരുമ്പോൾ താങ്കളിങ്ങനെ അനുമോളുടെ കണ്ണിലേക്ക് നോക്കാറില്ലേന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ അനീഷേട്ടന് ചിരി വന്നു. അപ്പോൾ പറഞ്ഞു, അല്ല പ്രണയമല്ല, അതൊരു ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അങ്ങനെയൊന്നും പ്രണയമൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ലൈഫ് അങ്ങനെയാണ്. ഞാൻ ഒരുപാട് സഹനം അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊന്നും ചിന്തിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാറില്ല. പക്ഷേ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്ന് സത്യമായിട്ടും പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടത്. കാരണം ഞാനൊക്കെ ആഗ്രഹിച്ചതാണ് ഒരു നല്ല രീതി. പിന്നെ അയാൾ ഡിവോഴ്സി ആയതുകൊണ്ടും അനുമോൾ അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടും, പിന്നെ നമ്മൾ അങ്ങനെ അല്ലല്ലോ, ഇപ്പം ഡിവോഴ്സി ആയിട്ടുള്ള ആൾക്കാരോട് അനുമോളായാലും ഒരു ഇഷ്ടത്തിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പക്ഷേ അയാളെ പോലുള്ള ഒരു വ്യക്തി ഒരാളിനെ ഇഷ്ടപ്പെടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അയാൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മെച്യൂരിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിൻ്റെ ഉള്ളിലേക്കാണ് എടുക്കുക, അല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും അതിന് ഒരേ കണക്ക് അഭിപ്രായമായിരിക്കില്ല. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലേക്കാണ് എടുക്കുക. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഭയങ്കരമായിട്ട് വേദനയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഷാനവാസിനോടായാലും ഫ്രണ്ട്ഷിപ്പ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. കാരണം ഷാനവാസൊക്കെ എപ്പോഴും ഷാനവാസിക്കായാലും മറ്റുള്ളവരായാലും പിന്നിൽ നിന്ന് കുത്തണ ആൾക്കാരാണ്. സ്നേഹം അവർക്ക് കറക്റ്റാக സ്നേഹിക്കാൻ അറിയില്ല. പക്ഷേ അനുമോളൊക്കെ അങ്ങനെയല്ല കേട്ടോ. സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്വന്തം ഇമേജ് പോലും നോക്കാറില്ല കേട്ടോ. സ്നേഹിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പക്കാ സ്നേഹമാണ്. അതുപോലെയാണ് അയാൾ സ്നേഹം കൊടുക്കാൻ വലിയ പാടാണ്. കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയായി. ഇവിടെ ലൈവിലാണെങ്കിൽ അനുമോളാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇച്ചിരി കുടിച്ചിട്ട് അവിടെ ഷാനൊക്കെ ഇരുന്ന് കളിയാക്കുന്നു. അപ്പോൾ ബാക്കി ചായ അനീഷിന് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നാണത്തോടൊക്കെ ഓടിപ്പോകുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുള്ളൊരു സീനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉള്ളത് പറയാലോ, മറ്റുള്ളവരൊന്നും ഇഷ്ടപ്പെട്ടില്ല. ജിസേലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരും ഓടി എഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുന്ന രീതിയിലൊക്കെ പോകുന്നുണ്ട്. അതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. കണ്ണാൻ തുമ്പി പോരാമെന്ന് പാടിക്കൊണ്ട് ജിസേൽ പുറകെ നടപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ അനുമോളോടുള്ള ഇഷ്ടം അതൊരു ചെറിയ ഇഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ തന്നെ കാണുന്നതാണ് മേക്കപ്പ്. പക്ഷേ എന്നാലും ജയിൽ നോമിനേഷനായാലും എന്തോ ആയാലും അനീഷ് പറയാനുള്ളതൊക്കെ പറയും. പക്ഷേ ഒരു ചെറിയ ഇഷ്ടം എവിടെയോ ഉണ്ട്. പക്ഷേ ആ ഇഷ്ടം എന്താണെന്നൊന്നും അറിയില്ല. ക്രഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, പ്രണയമാണെന്നും പറയാൻ പറ്റില്ല. ഒരിഷ്ടമുണ്ട്. കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും പെൺകുട്ടികൾ വന്ന് അവരോട് ആരോടുമില്ലാത്ത ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ അതൊരു ഇഷ്ടം തന്നെയാണ്. മനുഷ്യനല്ലേ, എല്ലാ ഇമോഷൻസും ഉണ്ടാവണമല്ലോ. അതാണല്ലോ മനുഷ്യൻ. നമുക്ക് ഇമോഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാവില്ലല്ലോ ഗായ്സ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ.